അലൈക്കും വറഹ്മത്തുള്ളാഹി. പ്രിയമുള്ളവരെ, ഹജ്ജ് ചെയ്യണമെന്ന ആഗ്രഹം കൊണ്ട് മാത്രം ലഭിക്കുന്ന അത്ഭുതകരമായ 6 നേട്ടങ്ങളെക്കുറിച്ചാണ് ഇന്നത്തെ വീഡിയോയിലൂടെ പറയുന്നത്. ഒരു മനുഷ്യൻ്റെ കയ്യിൽ സമ്പത്തില്ല, ആരോഗ്യമില്ല, സമയമില്ല, പക്ഷേ ഹജ്ജ് ചെയ്യണമെന്ന അതിയായ ആഗ്രഹമുണ്ട്. പരിശുദ്ധ ഹറം കൺകുളിർക്കെ കാണാനും, കഅബാലയത്തെ കെട്ടിപ്പിടിച്ച് പൊട്ടിക്കരയാനും, ഹജറുൽ അസ്വദിനെ മുത്തം വെക്കാനും അയാൾക്ക് വലിയ ആഗ്രഹമുണ്ട്. ജീവിതത്തിൻ്റെ ഏറ്റവും വലിയ അഭിലാഷമാണ്. പക്ഷെ കയ്യിൽ പണമില്ല. നമ്മിൽ അധിക പേരും അങ്ങനെയാണ്. ഹജ്ജ് ചെയ്യണമെന്ന ആഗ്രഹമുണ്ട്, ഹറം കാണണമെന്ന ആഗ്രഹമുണ്ട്, പക്ഷേ കയ്യിൽ പണമില്ല. ഈ ആഗ്രഹം കൊണ്ട് മാത്രം ലഭിക്കുന്ന 6 അത്ഭുതകരമായ നേട്ടങ്ങളെക്കുറിച്ചാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിലൂടെ പറയുന്നത്. മരിക്കുന്നതിൻ്റെ മുമ്പ് മഖബൂലും മബ്റൂറുമായ ഹജ്ജും ഉംറയും നിർവഹിക്കാനുള്ള ഭാഗ്യം നമുക്കെല്ലാവർക്കും അള്ളാഹു പ്രദാനം ചെയ്യട്ടെ. പ്രിയമുള്ളവരെ, ഹജ്ജ് ചെയ്യണമെന്ന ആഗ്രഹം മാത്രമുള്ള ഒരാൾക്ക് ലഭിക്കുന്ന നേട്ടങ്ങളിൽ ഒന്നാമത്തത് അജ്റുൽ ഹജ്ജ് ബിന്നിയ്യ എന്നതാണ്. അയാളുടെ ആ കരുതൽ കൊണ്ട് മാത്രം അയാൾക്ക് ഹജ്ജ് ചെയ്തതിൻ്റെ പ്രതിഫലം ലഭിക്കുമെന്ന് മഹാന്മാർ പഠിപ്പിക്കുന്നു. ആഗ്രഹം മാത്രമേ ഉള്ളൂ, അയാൾ ഹജ്ജ് ചെയ്തിട്ടില്ല, സമ്പത്തില്ല, അയാൾക്ക് ആരോഗ്യവുമില്ല, എന്നാലും ഹജ്ജ് ചെയ്ത ഒരു മനുഷ്യൻ്റെ പ്രതിഫലം എത്രയാണോ അത്രയും പ്രതിഫലം ആ ഒരൊറ്റ തീരുമാനം കൊണ്ട്, കരുതൽ കൊണ്ട് ആ മനുഷ്യന് കിട്ടുമെന്നാണ് മഹാന്മാർ പഠിപ്പിക്കുന്നത്. മന്നവൽ ഹജ്ജ, ഒരു മനുഷ്യൻ ഹജ്ജിനെ കരുതി, പക്ഷേ വലം യസ്തതി, അയാൾക്ക് ആ ഹജ്ജ് പൂർത്തിയാക്കാൻ കഴിഞ്ഞില്ല. എന്ത് കാരണം കൊണ്ടുമാവാം, സമ്പത്തില്ലാത്തത് കൊണ്ടോ ആരോഗ്യമില്ലാത്തത് കൊണ്ടോ, എന്ത് കാരണമാവട്ടെ, യുതീഇല്ലാഹു അജ്റൻ അദീമ, അയാൾക്ക് വലിയ പ്രതിഫലം ആ ഒരൊറ്റ തീരുമാനം കൊണ്ട്, കരുതൽ കൊണ്ട് നൽകുമെന്നാണ് മഹാന്മാർ പഠിപ്പിക്കുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരു ഹദീസിലൂടെ പഠിപ്പിക്കുന്നുണ്ട്, ഇന്നമൽ അഅമാലു ബിന്നിയാത്ത്, ഏതൊരു സൽക്കർമ്മവും അള്ളാഹു സ്വീകരിക്കുന്നത് അവൻ്റെ മനസ്സിൻ്റെ ഉള്ളിൽ എന്ത് കരുതലാണോ, അവൻ്റെ ഇൻറ്റൻഷൻ എന്താണോ, അവൻ്റെ തീരുമാനം എന്താണോ അത് നോക്കിയാണെന്നാണ് റസൂലുള്ള പഠിപ്പിക്കുന്നത്. അതുകൊണ്ട് ആത്മാർത്ഥമായ ഹജ്ജ് ചെയ്യണമെന്നൊരാൾ ആഗ്രഹിച്ചു കഴിഞ്ഞാൽ അവനക്ക് ലഭിക്കുന്നത് ഹജ്ജ് ചെയ്തവൻ്റെ പ്രതിഫലമാണെന്ന് മഹാന്മാർ പഠിപ്പിക്കുന്നു. ഇനി രണ്ടാമത്തത് ഫതുഹു ത്വരീഖിൽ ഹജ്ജി, ഹജ്ജ് ചെയ്യാനുള്ള മാർഗം അവനക്ക് ഭാവിയിൽ അള്ളാഹു തുറന്നു കൊടുക്കാൻ അത് കാരണമാകുമെന്നതാണ്. ഒരു സൽക്കർമ്മം ചെയ്യണമെന്ന് അയാൾ അതിയായി ആഗ്രഹിച്ചു കഴിഞ്ഞാൽ അത് ചെയ്യാനുള്ള മാർഗം അള്ളാഹു അവനക്ക് തുറന്നു കൊടുക്കും. മൻ സ്വദഖ ഫീ നിയ്യതിഹി, ഒരു മനുഷ്യൻ അവൻ്റെ തീരുമാനത്തിൽ, അവൻ്റെ കരുതലിൽ സത്യമാക്കി കഴിഞ്ഞാൽ, അഥവാ അവൻ്റെ തീരുമാനം ആത്മാർത്ഥമാണെങ്കിൽ, പൈസ ഉണ്ടെങ്കിൽ ഞാൻ ഹജ്ജ് ചെയ്യുമായിരുന്നു, അത് പൈസ ഉണ്ടെങ്കിൽ ഹജ്ജ് ചെയ്യുമെന്ന് അത്രയും ഉറപ്പോടുകൂടെയാണ് അവൻ പറഞ്ഞത് എങ്കിൽ, അവൻ തീരുമാനിച്ചത് എങ്കിൽ, ഫതഹല്ലാഹു ലഹു ത്വരീഖ, ആ ഹജ്ജ് ചെയ്യാനുള്ള പണം അവൻ്റെ കയ്യിലേക്ക് അല്ലാഹു എങ്ങനെയെങ്കിലും എത്തിക്കും. അല്ലേ? പണം കയ്യിൽ കിട്ടിയതിന് ശേഷം തീരുമാനം മാറ്റുന്നവരെ കുറിച്ചല്ല പറയുന്നത്. അയാൾക്ക് കിട്ടിയത് ഒരു ഹജ്ജ് ചെയ്യാനുള്ള പണം മാത്രമാണെങ്കിലും ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ മാറ്റിവെച്ച് ഹജ്ജ് എന്ന് പറയുന്ന ആ കർമ്മം ചെയ്യാൻ വേണ്ടി അയാൾ തുനിഞ്ഞിറങ്ങുമെന്നുള്ള ഉറപ്പോടുകൂടെയാണ് ഈ കരുതൽ എങ്കിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അയാൾക്ക് ആ ഹജ്ജ് ചെയ്യാനുള്ള ഒരു മാർഗം തുറന്നു കൊടുക്കും. ഒരു മനുഷ്യൻ അള്ളാഹുവിനോട് ആത്മാർത്ഥതയുള്ളവനായി കഴിഞ്ഞാൽ യജ്അൽ ലഹു മഖ്റജ, അവൻ്റെ മാർഗം അള്ളാഹു തന്നെ തുറന്നു കൊടുക്കും. അള്ളാഹു നമുക്കെല്ലാവർക്കും തൗഫീഖ് നൽകട്ടെ. ഇനി മൂന്നാമത്തെ കാര്യം, അന്നിയ്യതു ഇബാദത്തുൻ, ഒരു സൽക്കർമ്മം ചെയ്യാൻ നമ്മൾ കരുതുക എന്നതൊരു ആരാധനയാണ്. പടച്ചോനെ, എൻ്റെ കയ്യിൽ പൈസ ഉണ്ടായിരുന്നെങ്കിൽ എൻ്റെ നാട്ടുകാർക്ക് വെള്ളം വാങ്ങി കൊടുക്കുമായിരുന്നു, അല്ലെങ്കിൽ വെള്ളമില്ലാത്തൊരു സ്ഥലത്ത് കിണർ കുഴിച്ച് കൊടുക്കുമായിരുന്നു, അല്ലെങ്കിൽ ഒരു പാവപ്പെട്ട പെൺകുട്ടിയുടെ കല്യാണത്തിന് ഞാൻ പൈസ കൊടുക്കുമായിരുന്നു, സഹായിക്കുമായിരുന്നു, ഞാൻ അത് ചെയ്യുമായിരുന്നു, എനിക്ക് സമയമുണ്ടായിരുന്നുവെങ്കിൽ ഞാൻ ദുഹാ നിസ്കരിക്കുമായിരുന്നു, തഹജ്ജുദ് നിസ്കരിക്കുമായിരുന്നു. ഇങ്ങനെ പല സുന്നത്തായ കാര്യങ്ങളും എനിക്ക് ചെയ്യാൻ ആഗ്രഹമുണ്ട്, ചെയ്യാൻ കഴിഞ്ഞില്ല. ആ ആഗ്രഹത്തിൻ്റെ തോത് എത്രത്തോളമുണ്ടോ ആ ആഗ്രഹം ഒരു ആരാധനയാണ് എന്നാണ് മഹാന്മാർ പഠിപ്പിക്കുന്നത്. ഇറാദത്തുൽ ഖൈരി ഇബാദത്തുൻ യക്തുബുഹല്ലാഹ്, ഒരു സൽക്കർമ്മം ചെയ്യാൻ വേണ്ടി എൻ്റെ കയ്യിലൊരു 10 ലക്ഷം രൂപയുണ്ടായിരുന്നുവെങ്കിൽ അതിൽ 5 ലക്ഷം രൂപ ഞാൻ ദാനം ചെയ്യുമായിരുന്നു എന്നൊരു മനുഷ്യൻ ആത്മാർത്ഥതയോടുകൂടെ നിയ്യത്ത് ചെയ്ത് കഴിഞ്ഞാൽ ആ ആത്മാർത്ഥത കാരണം ആ കരുതൽ തന്നെ ഒരു ആരാധനയാണ് എന്ന് മഹാന്മാർ പഠിപ്പിക്കുന്നുണ്ട്. റസൂലുള്ള പറയുന്നുണ്ട്, മൻ ഹമ്മ ബിഹസനത്തിൻ, ഏതെങ്കിലും ഒരു മനുഷ്യൻ ഒരു നല്ല നന്മയ്ക്ക് വേണ്ടി ഉദ്ദേശിച്ചു കഴിഞ്ഞാൽ ഫലം യഅമൽഹ, അവനക്കത് ചെയ്യാനൊന്നും പറ്റിയില്ല, അവനക്ക് അത് ചെയ്യാൻ കഴിഞ്ഞില്ല, ആ ആഗ്രഹം കൊണ്ട് മാത്രം കുതിബ ലഹു ഹസനതൻ, അവനക്ക് അല്ലാഹു
ഒരുപാട് പ്രതിഫലങ്ങൾ എഴുതപ്പെടുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഇനി 4ാമത്തെ നേട്ടം മഗ്ഫിറത്തു ദുനൂബി ബിന്നിയ്യ. മഗ്ഫിറത്തു ദുനൂബി ബിന്നിയ്യ. ഒരു മനുഷ്യൻ ഹജ്ജ് ചെയ്യണമെന്ന് അതിയായി ആഗ്രഹിച്ചു. ജീവിതത്തിൽ ഏറ്റവും വലിയ ആഗ്രഹമാണ്, പഠിച്ചോനെ പൈസ ഉണ്ടായിരുന്നുവെങ്കിൽ, എനിക്ക് നല്ല ജോലി ഉണ്ടായിരുന്നുവെങ്കിൽ, നല്ല വരുമാനം ഉണ്ടാകുമായിരുന്നുവെങ്കിൽ, എൻ്റെ സമ്പത്തിൽ ഒരു ഹജ്ജ് ചെയ്യാനുള്ള സമ്പത്ത് എൻ്റെ കയ്യിലേക്ക് എത്തിക്കഴിഞ്ഞാൽ എനിക്ക് ഹജ്ജും ഉംറയും നിർവഹിക്കണം, അല്ലാ ഞാൻ ആദ്യം ചെയ്യുന്നത് അതായിരിക്കും എന്ന് ആത്മാർത്ഥമായി ഒരാൾ ചിന്തിച്ചു കഴിഞ്ഞാൽ എത്ര കാലമാണോ അയാളുടെ മനസ്സിൽ ആ ആഗ്രഹം നിലകൊള്ളുന്നത് അത്രയും കാലം മഗ്ഫിറത്തു ദുനൂബ്, അയാളുടെ പാപങ്ങൾ ഇങ്ങനെ പുറത്തുകൊണ്ടേയിരിക്കും. കാരണം അയാളുടെ നീയത്ത്, അയാളുടെ കരുതൽ, അയാളുടെ ഇൻറ്റൻഷൻ ആത്മാർത്ഥതയോടുകൂടെ ഉള്ളതാണ്. അന്നീയത്തു സ്വാദിഖത്തു തകൂന സബബൻ ലിമഗ്ഫിറത്തി ദുനൂബി. സത്യസന്ധമായ ഒരു നീയത്ത്, ആ നീയത്ത് തകൂനു സബബൻ, അതൊരു കാരണമാകും ലിമഗ്ഫിറത്തി ദുനൂബി, പാപങ്ങളൊക്കെ പുറത്തു പോകാൻ. അല്ലേ, അനാവശ്യമായി ചെയ്തു കൂട്ടുന്ന പാപങ്ങളൊക്കെ ഒരു കരുതൽ കൊണ്ട്, ഒന്നും ചെയ്യുന്നില്ല, പണം ചെലവഴിക്കുന്നില്ല, ആ ഒരു കരുതൽ കൊണ്ട്, ആ ആഗ്രഹം കൊണ്ട് അവനക്ക് അള്ളാഹു പുറത്തു കൊടുക്കുകയാണ്. അള്ളാഹു നമ്മുടെ പാപങ്ങളൊക്കെ പുറത്തു തരട്ടെ. ഇനി അടുത്തത് റഫഉ ദറജാത്തി ഇൻദല്ലാഹി. അള്ളാഹുവിൻ്റെ അടുക്കൽ അയാളുടെ പദവി ഉയർത്തും എന്നതാണ്. യുർഫഉല്ലാഹു മൻ സദഖത് നിയ്യതുഹു ദറജാത്തിൻ ആലിയ. ഒരു മനുഷ്യൻ നല്ല നീയത്തോടുകൂടെ ഒരു കാര്യം കരുതി കഴിഞ്ഞാൽ, നമ്മളിവിടെ പറയുന്നത് ഹജ്ജിനെ കുറിച്ചാണ്, ഒരാളെ ഹജ്ജ് ചെയ്യാൻ വേണ്ടി നല്ല നീയത്തോടുകൂടെ ഉദ്ദേശിച്ചു, എന്നാൽ യർഫഉല്ലാഹ്, അള്ളാഹുവിന് ഉയർത്തി കൊടുക്കും, മൻ സദഖത് നിയ്യതുഹു, നീയത്തിനെ സത്യമാക്കിയവനിക്ക്, ദറജാത്തിൻ ആലിയ. 5ാമത്തത് കൂടി പറയാം. ഇനി 5ാമത്തത് റഫഉ ദറജാത്തി ഇൻദല്ലാഹി. അള്ളാഹുവിൻ്റെ അടുക്കൽ അവൻ്റെ പദവി ഉയർത്തും എന്നതാണ്. അള്ളാഹുവിൻ്റെ അടുക്കൽ പല ആളുകൾക്കും പല പദവിയാണുള്ളത്. മഹാന്മാർ, ഔലിയാക്കൾ, അമ്പിയാക്കൾ, സാധാരണക്കാർ, തെറ്റ് ചെയ്തവർ, നരകത്തിൽ നിന്ന് സ്വർഗത്തിലേക്ക് വന്നവർ, ഇങ്ങനെ അനേകം പദവികളുള്ളവരാണ് സ്വർഗത്തിലുള്ളവർ. ഈ സ്വർഗത്തിൽ തന്നെ ഉന്നതമായ പദവിയാണ് ഒരു മനുഷ്യൻ്റെ നിയ്യത്ത് കൊണ്ട് അള്ളാഹു അവനക്ക് നൽകുന്നത്. ഹജ്ജ് ചെയ്തവരുടെ കൂടെ, ആത്മാർത്ഥതയുള്ളവരുടെ കൂടെ, ഔലിയാക്കളുടെ കൂടെ, തഖ്വയുള്ളവരുടെ കൂടെ അള്ളാഹു അവനെയും ഉൾപ്പെടുത്തും. യർഫഉല്ലാഹു മൻ സദഖത് നിയ്യതുഹു. അള്ളാഹു സുബ്ഹാനഹു വ തആല ഉയർത്തുന്നതാണ് മൻ സദഖത് നിയ്യതുഹു, അവൻ്റെ ഉദ്ദേശത്തിനെ സത്യമാക്കി കഴിഞ്ഞാൽ, ദറജാത്തിൻ ആലിയ, ഉന്നതമായ പദവി അള്ളാഹു നൽകുന്നതാണ്. വല്ലാഹു യർഫഉ മൻ യശാഉ ദറജാത്ത്. വല്ലാഹു യർഫഉ മൻ യശാഉ ദറജാത്ത്. അവൻ ഉദ്ദേശിച്ചവരുടെ പദവി അള്ളാഹു വർദ്ധിപ്പിച്ചുകൊണ്ടേയിരിക്കും. സ്വർഗം കിട്ടിയാൽ മാത്രമായില്ല, അള്ളാഹുവിൻ്റെ അമ്പിയാക്കളുടെ കൂടെ, ഔലിയാക്കളുടെ കൂടെ ഉന്നത സ്ഥാനത്തേക്ക് ഒരാത്മാർത്ഥതയുള്ള നീയത്ത് കൊണ്ട് അള്ളാഹു ഉയർത്തുമെന്നാണ് മഹാന്മാർ പഠിപ്പിക്കുന്നത്. ഇനി 6ാമത്തത്, ഹജ്ജ് ചെയ്യണം എന്നുള്ള ഒരു ഉദ്ദേശം ഒരു മനുഷ്യൻ്റെ മനസ്സിൽ ആത്മാർത്ഥതയുണ്ട് എങ്കിൽ, 6ാമത്തത് നെയ്ലു അജ്രിൽ ഹജ്ജി കഅന്നഹു ഉലിദ മിൻ ഉമ്മിഹി. എങ്ങനെയാണ് ഒരു ഹജ്ജ് ചെയ്താൽ അയാൾക്ക് ലഭിക്കുന്ന പ്രതിഫലത്തെക്കുറിച്ച് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചത് എന്താണ്? ഉമ്മ പ്രസവിച്ചതുപോലെ അവൻ്റെ പാപങ്ങൾ പുറത്തു കൊടുക്കുന്നു എന്നുള്ളതാണ്. ഇതേ പ്രതിഫലം ഹജ്ജിനെ ഉദ്ദേശിച്ചവനക്കും അള്ളാഹു കൊടുക്കും. ഹജ്ജിനെ ഉദ്ദേശിക്കുന്നുണ്ട്, അയാളുടെ കയ്യിൽ പൈസ ഇല്ല, അയാൾക്ക് ആരോഗ്യമില്ല, ഒരു നിർവാഹവുമില്ല ഹജ്ജ് ചെയ്യാൻ, പക്ഷേ ആ തീവ്രമായ വല്ലാത്തൊരാഗ്രഹമുണ്ടല്ലോ, ആ കടുത്ത ആഗ്രഹം കൊണ്ട് അള്ളാഹു സുബ്ഹാനഹു വ തആല ഹജ്ജ് ചെയ്ത ഒരു മനുഷ്യന് അള്ളാഹു എന്ത് പ്രതിഫലമാണോ നൽകുന്നത്, ആ പ്രതിഫലം ഈ മനുഷ്യനും ലഭിക്കുമെന്നാണ് ഹബീബായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുന്നത്. മൻ സ്വദഖ ഫീ നിയ്യതിഹി, ഒരു മനുഷ്യൻ അവൻ്റെ നിയ്യത്തിൽ സത്യസന്ധനാണ് എങ്കിൽ, റുജിയ ലഹു അജ്റുൻ കൽ ഹാജി, അവനക്ക് അള്ളാഹു നൽകുന്നത് ഹജ്ജ് ചെയ്തവനെ പോലെയുള്ള പ്രതിഫലമാണ്. എന്താണ് ഹജ്ജ് ചെയ്തതിൻ്റെ പ്രതിഫലം? റസൂലുള്ളാഹി പറയുന്നുണ്ട്, മൻ ഹജ്ജ, ഒരാൾ ഹജ്ജ് ചെയ്തു, ഫലം യർഫസ് വലം യഫ്സുഖ്, ഒരു ന്യൂനതയുമില്ലാതെ, ഒരു തെമ്മാടിത്തരവുമില്ലാതെ, ഒരു കളങ്കവുമില്ലാതെ, വളരെ മനോഹരമായ രൂപത്തിൽ ആത്മാർത്ഥതയോടുകൂടെ, തഖ്വയോടുകൂടെ, ഇഖ്ലാസോടുകൂടെ ഒരാൾ ഹജ്ജ് ചെയ്തു, എന്നാൽ റജഅ കയൗമി വലദതുഹു ഉമ്മുഹു, അവൻ്റെ ഉമ്മ പ്രസവിച്ച സമയത്ത് അവൻ എങ്ങനെയായിരുന്നു പാപങ്ങൾ ചെയ്യാത്ത പാപമുക്തനായി, ആ സമയത്ത് അവൻ മരിച്ചുപോയാൽ, ആ കുട്ടി മരിച്ചാൽ സ്വർഗത്തിൽ എന്നതുപോലെ ഒരു ഹജ്ജ് ചെയ്ത ഉടനെ ഒരു തെറ്റും ചെയ്യാതെ മരണപ്പെട്ടു പോയാൽ അയാൾ സ്വർഗത്തിലാണ്. അതുപോലെ ഹജ്ജിനെ ആഗ്രഹിച്ച ഒരാൾ
ഒരാൾക്ക് ഹജ്ജിൻ്റെ സമയം കഴിഞ്ഞാൽ ഒരു ഹാജി പരിശുദ്ധ ഹറമിൽ നിന്ന് മക്കയിൽ നിന്ന് തിരിച്ചു വരുമ്പോൾ അയാൾക്ക് എന്തൊക്കെ പ്രതിഫലമാണോ കിട്ടിയത് അതേ പ്രതിഫലം ആത്മാർത്ഥതയുള്ള ഒരു നിയ്യത്ത് ചെയ്തവനക്ക് ലഭിക്കുമെന്നാണ് മഹാന്മാർ പഠിപ്പിക്കുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല മഖബൂലും മബ്റൂറുമായ ഹജ്ജും ഉംറയും നിർവഹിക്കാനുള്ള ഭാഗ്യം നമുക്ക് എല്ലാവർക്കും നൽകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.